പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ എന്താ പറയുക, ആരാധ്യനായ പറയിപ്പറ്റ പന്തിരുകുലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള, അതിനേക്കാളൊക്കെ അതുക്കും മേലെയുള്ള വേടനാണ് എന്ന് ഞാൻ പറയില്ല, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം പറയുന്നതാണ്. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അന്തവും കുന്തവും ഇല്ലാത്ത ഒരു കുറെ വർഗങ്ങൾ, അതാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസ്റ്റുകാർ, പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ടായിരുന്നു, നല്ല എന്താ പറയുക, കട്ടയ്ക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അഭിമാനത്തോടു കൂടി വിളിക്കാവുന്ന, സഖാവ് എന്ന് വിളിക്കാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മരുന്നിന് പോലും നോക്കിയിട്ട് ഞാനൊരെണ്ണത്തിനെയും കാണാനില്ല. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ വേടൻ നമ്മുടെ നാട്ടിൽ എല്ലാവരുടെ ഇടയിലും വന്നിട്ട് ഇങ്ങനെ വായെ തോന്നിയ പച്ചത്തറികളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നമ്മളതൊക്കെ കേൾക്കുന്നു, നമ്മളതൊക്കെ സഹിക്കുന്നു. ഇപ്പോൾ ഒരു ട്രെൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ വേടന്റെ ഭാഷയാണ് കേരളത്തിന്റെ സംസ്കാരം, അങ്ങനെ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? അതായത് വേടൻ പറയുന്ന പച്ചത്തറികളും വായെ വന്ന തോന്നിവാസങ്ങളും, വായെ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലുള്ള എല്ലാ തരത്തിലുള്ള പൊട്ടത്തരങ്ങളുമാണ് ഇന്നിപ്പോ കേരളത്തിന്റെ സംസ്കാരമായിട്ട് മാറിയിട്ടുള്ളത്. അതായത് ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കോളേജിന് BA മലയാളം സെക്കൻഡ് ഇയർ പഠിപ്പിക്കാനായിട്ട് വേടൻ മഹാകവിയുടെ കവിത എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. വേടൻ എന്ന മഹാകവിയുടെ കവിത എടുത്തിട്ട് അത് ബഷീർ സാറിനെ ഏൽപ്പിച്ചു അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതൊന്നും എവിടെയും കൊള്ളിക്കാൻ പറ്റുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേടനാണ് ഇപ്പൊ ഏറ്റവും വലിയ മഹാകവി, ഏറ്റവും വലിയ മഹാരത്നം, ഏറ്റവും വലിയ മഹാപണ്ഡിതൻ, ഏറ്റവും വലിയ മഹാ ETC. ഓക്കെ, അപ്പൊ ഈ വേടനെ കൊണ്ടുവന്നിട്ട് തലയിൽ കയറ്റി വെച്ച് ഞാൻ ഈ കണ്ട കാലങ്ങളായിട്ട് ഈ വേടനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയാറേ ഇല്ല. ഞാൻ എൻ്റെ വീട്ടിലുള്ള പട്ടിയെ ചീത്ത പറഞ്ഞു. അതായത് അത്രയും പോലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല ഈ പറയുന്നവനെ കുറിച്ച് പറയാനായിട്ട്. അത്രയും മ്ലേച്ഛാണ്. കാരണം ആദ്യം ഈ കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ, അതായത് ചെറുപ്പമാണെന്നുണ്ടെങ്കിലും അവൻ ബുദ്ധിയുള്ളവനാണ്. കാരണം അവന്റെ ചോരത്തിളപ്പിന് നടത്താൻ പറ്റുന്ന ഇപ്പോഴത്തെ കാര്യങ്ങൾ, അതായത് പിള്ളേർക്കൊരു 16-17 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും അവർക്കൊരു ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വന്നിട്ട് എവിടെയാണ് ചെന്ന് കയറേണ്ടതെന്ന് ഒരു പിടിയിലാണ്ട് നടക്കുന്ന ഒരു പ്രായമാണല്ലോ. അപ്പൊ ആ പ്രായത്തില് അവന്റെ തളപ്പുകളും അവന്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തീർക്കാനായിട്ട് പറ്റിയ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും വലുത് നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ്. അപ്പൊ ചെക്കൻ ബുദ്ധിയുള്ള ആളാണ്. ചെക്കനെ തന്നെ അറിയാലോ. വേടൻ എന്ന് പറയുന്നവന് അവനെ തന്നെ അറിയാം, അവന്റെ സ്വഭാവങ്ങൾ അറിയാം, അവൻ എന്താണ് വേണ്ടതെന്നും അവനറിയാം. അപ്പൊ അവന് വേണ്ടിയതായിട്ടുള്ള കാര്യങ്ങൾ, അവൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അവന്റെ നിത്യോപയോഗ സാധനങ്ങൾ, അവന്റെ നിത്യജീവിതത്തിൽ അവൻ എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവനും നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ചെലവാവണം എന്നുണ്ടെങ്കിൽ അതിന് മാർക്സിസ്റ്റ് പാർട്ടിയെ തന്നെ കൂട്ടുപിടിക്കണം. അപ്പൊ അവൻ എന്ത് ചെയ്തു? ബുദ്ധിപരമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ തന്നെ കൂട്ടുപിടിച്ചു. പിന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, മാർക്സിസ്റ്റ് പാർട്ടിയിൽ എന്തും ചെയ്യാം വഷള, എന്തും ചെയ്യാം മഹത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി. കാരണം അവരെ സംബന്ധിച്ച്, അതായത് ഞാൻ പറയാന്ന് വെച്ചാല് എല്ലാ തരത്തിലും ഈ ഭൂമിയിലുള്ള അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാതെ, പിന്നെ അമ്മ ആരാണെന്നോ പെങ്ങൾ ആരാണെന്നോ ഭാര്യ ആരാണെന്നോ അല്ലെങ്കിൽ അതൊന്നും തിരിച്ചറിയാതെ എവിടെ ചെന്നിട്ടും ആരുടെയും നെഞ്ചത്തോട്ട് കയറാനായിട്ട് ആഗ്രഹിച്ചു നടക്കുന്നവര്, അതായത് ഒരു മാന്യമായ ജീവിതം കഴിക്കാതെ അല്ലെങ്കിൽ ഒരു മാന്യമായി ജീവിക്കാതെ എങ്ങനെയും ചെന്ന് എവിടെയും ചെന്ന് എന്തും ചെയ്യണം എന്ന് വിചാരിച്ച് നടക്കുന്ന, ഈ പച്ച മലയാളത്തിൽ പറഞ്ഞ രണ്ടും വെട്ടി തണ്ടും വെട്ടി നടക്കാന്ന് പറയും, രണ്ടും കെട്ട് തണ്ടും വെട്ടി നടക്കാന്ന് പറയും കാരണന്മാര്. അങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ചവറുകളും, എല്ലാ ചീഞ്ഞവന്മാരും, എല്ലാ പുഴുത്തവന്മാരും ചെന്ന് കയറി കൊടുക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് ഏത്? മാർക്സിസ്റ്റ് പാർട്ടി. ഐ എം റൈറ്റ്? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഞാൻ തിരുത്താൻ തയ്യാറാണ്. അപ്പൊ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണം, എനിക്ക് കുടുംബം വേണ്ട, കുട്ടികൾ വേണ്ട, ഭാര്യ വേണ്ട, എനിക്ക് ഒരു ഭാര്യ പോരാ, എനിക്ക് ഒരുപാട് ഭാര്യമാരെ വേണം, എനിക്ക് ഒരു കുട്ടി പോരാ, എനിക്ക് നാട്ടിൽ മൊത്തം മക്കൾ വേണം, അല്ലെങ്കിൽ എനിക്ക് മയക്കുമരുന്ന് വേണോ, എനിക്ക് കഞ്ചാവ് അടിക്കണോ, എനിക്ക് അതൊക്കെ മേലെ പോണോ, എനിക്ക് കള്ളും കുടിച്ച് റോട്ടി കിടക്കണം എന്ന് വേണ്ട, ഈ ലോകത്ത് എന്തൊക്കെ തെണ്ടിത്തരങ്ങളുണ്ടോ ആ തെണ്ടിത്തരങ്ങൾ മുഴുവനും ചെയ്യണമെങ്കിൽ ലൈസൻസ് കിട്ടുന്ന സ്ഥലം എവിടെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അല്ലേ?
അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഇനി അവരുടെ ഒരു കുറച്ചും കൂടി മഹിമ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ കുറച്ചും കൂടി മഹിമയോട് കൂടിയിട്ട് വെച്ചിട്ടുള്ള വേറൊരു രൂപമുണ്ട്. അതാണ് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകൾ. ഈ സാംസ്കാരിക നായകർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവര് അത്യാവശ്യമായിട്ട് നല്ല മാന്യമായിട്ടും അത് അല്ലെങ്കിൽ നേരും നെറിവോടും കൂടിയിട്ട് ഒരു കാര്യം നാട്ടിൽ സംഭവിച്ചാൽ അതിനെതിരെ അവരൊന്നും മിണ്ടില്ല. അന്നേരം അവരുടെ വായിക്കകത്ത് പഴം തിരികെ കയറ്റിയിട്ടുണ്ടാവും, അണ്ണാക്കിനകത്ത് അല്ലെങ്കിൽ പിരിവെട്ടി കാണും, അപ്പം മിണ്ടില്ല. ഈ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകള്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, മാന്യമായിട്ടിരിക്കുന്ന സാംസ്കാരിക നായകന്മാർ ഒരുപാടുണ്ട്. പക്ഷേ നമ്മുടെ നാടിന് ഒരു അത്യാവശ്യം വന്നാൽ, നമ്മുടെ നാട്ടിലൊരു നെറികേട് നടന്നാൽ, നമ്മുടെ നാട്ടിലൊരു നീതികേട് നടന്നാൽ, അത് നീതികേടാണ് നെറികേടാണെന്ന് തോന്നുന്ന നമുക്ക് എല്ലാവർക്കും തോന്നിയാലും ഈ പറയുന്ന സാംസ്കാരിക നായകൾക്ക് ഒരിക്കലും അവർക്ക് തോന്നില്ല, അവര് വായ തുറക്കില്ല. അതാണ് ഈ സാംസ്കാരിക, ഈ മെയിൻ മാധ്യമങ്ങളുടെ കൂട്ടത്തിലുള്ള സാംസ്കാരിക നായകളുടെ പ്രത്യേകതയാണ് ഞാൻ ഈ പറയുന്നത്. അവർക്ക് ഈ നമുക്ക് എല്ലാവർക്കും, അതായത് ഒരു 90% മനുഷ്യർക്കും ഇത് ന്യായമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങള് സാംസ്കാരിക നായകൾക്ക് ഒരിക്കലും അത് ന്യായമാണെന്ന് തോന്നിയില്ല, അവർ മിണ്ടുമില്ല. അതാണ് അവരുടെ വേറൊരു പ്രത്യേകത. ആ സാംസ്കാരിക നായകള്, ഈ പറയുന്ന കമ്മ്യൂണിസം കൊണ്ടു നടക്കുന്ന സാംസ്കാരിക നായകളുടെ പ്രത്യേകതയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ ഈ പറയുന്ന നാട്ടിലുള്ള ഈ ജാതി മനുഷ്യരും ഈ കമ്മ്യൂണിസവും ഒക്കെ കൂടി ചേരുമ്പോഴാണ് നാട്ടിൽ ഈ പറയുന്ന സംഗതികളൊക്കെ ഉണ്ടാവുന്നത്. ഇനി കമ്മ്യൂണിസ്റ്റുകാർ ഇഷ്ടപ്പെടുന്ന മറ്റൊരു സംഗതി ഞാൻ പറയട്ടെ. അവർ ഇഷ്ടപ്പെടുന്ന കാര്യം യോനി കവാടം ഉണ്ടാക്കുക. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ട്? യോനി കവാടം ഉണ്ടാക്കിയിട്ട് യോനി കവാടത്തിൽ കയറിയിരിക്കുക, പബ്ലിക്കായിട്ട് റോട്ടിലേക്ക് ഇറങ്ങി നിന്നിട്ട് പെണ്ണുങ്ങൾ മൊത്തം കഴുത്തിലുള്ള താലി പൊട്ടിച്ചെറിയുക. കഴുത്തില് ഭർത്താവ് കെട്ടിക്കൊടുത്ത താലി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ താലി പൊട്ടിച്ചെറിയൽ സമരം, ചുംബന സമരം, എന്താ രസം, നമുക്ക് എന്താ കോമഡി എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മുടെ പബ്ലിക് റോട്ടിൽ വന്നിട്ട് ചുംബന സമരം നടത്തുക. നമസ്തേ ഹാഷിം. ആ ഗിരീഷ് ഗോവിന്ദൻ നമസ്തേ. അപ്പോ ഈ ചുംബന സമരത്തിനും യോനി കവാടം ഉണ്ടാക്കിയിട്ടും പിന്നെ ഈ പറയുന്ന പോലെ സരസ്വതി ദേവിയുടെ ചിത്രം തുണിയിലാണ്ട് വരയ്ക്കുക. പിന്നെ എവിടൊക്കെയാണോ പൈതൃകങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംസ്കാരങ്ങളും പൈതൃകങ്ങളും മുഴുവനും കാറ്റിൽ പറത്തുക. ഇതൊക്കെയാണ് കമ്മ്യൂണിസം കൊണ്ട് അവര് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പബ്ലിക്കായിട്ട് എല്ലാവരുടെ മുമ്പിലും ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും അവരവർ ചെയ്തത് പോരാ. ഇതിനിടയിൽ കൂടെ ഒരു പേര് ഞാൻ പറയാൻ മറന്നു. ഈ കണ്ട കാര്യങ്ങൾ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്, നമ്മുടെ മൈത്രേയൻ. അയാളുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല ഈ ഒരു വിഷയത്തില്. കാരണം മൈത്രേയൻ എന്ന അയാൾക്ക് അറിഞ്ഞ് രക്ഷിതാക്കൾ ഇട്ട പേരാണ് മൈത്രേയൻ. ആ ത്രായുടെ അവിടെ ഒരു രാ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ഞാനത് പറയുന്നില്ല, നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. അതായത് മൈത്രേയന്റെ ആ ത്രാ മാറ്റിയിട്ട് അവിടെ രാ ഇട്ടാല് അതാണ് കറക്റ്റ് വരുന്നത്. അതെന്തോ പറ്റിപ്പോയതാണ്, രക്ഷിതാക്കൾക്ക് എന്തോ തെറ്റുപറ്റിപ്പോയതാ. ഈ മൈത്രേയൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവന് ഒരു ഭാര്യ അതിൽ നിൽക്കാൻ പറ്റില്ല. അതാണ് അവന്റെ പ്രശ്നം. അവന് ഒരു ഇണ പോരാ, അവന് ഒരുപാട് എണ്ണത്തിന് ഇങ്ങനെ മാറി 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 ഇങ്ങനെ ഉപയോഗിക്കണം. അങ്ങനെ വരുമ്പോൾ അത് അവന്റെ മാത്രം ഇഷ്ടമാണ് കേട്ടോ. നമസ്തേ. അപ്പൊ അത് അവന്റെ മാത്രം ഇഷ്ടമാണ്. പക്ഷേ അവന്റെ ഇഷ്ടങ്ങള്, അവന്റെ ടേസ്റ്റുകള്, അയാളുടെ തോന്നിവാസങ്ങൾ മുഴുവനും കേരള ജനതയിൽ മൊത്തം അടിച്ചേൽപ്പിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. എടോ, നിങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാര് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം ഇണകൾ ചേരണം, നിങ്ങൾക്ക് തോന്നിയ പോലെയൊക്കെ നിങ്ങൾക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ അത് അയാളുടെ മാത്രം ഇഷ്ടമാണ്, അയാളുടെ മാത്രം തോന്നലാണ്. കേരള ജനത ആഗ്രഹിക്കുന്നേ ഇല്ല. കേരള ജനതയിൽ ഇപ്പൊ ഈ എന്നെ വന്നിരുന്ന് കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും മാന്യമായിട്ട് ജീവിക്കാനല്ലാതെ, സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കാനല്ലാതെ നമ്മൾ ആരും ആഗ്രഹിക്കുന്നതല്ല. ഒരു നോർമലായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരാരും ആഗ്രഹിക്കുന്ന അവസ്ഥയല്ല ഈ അവസ്ഥ. അപ്പോ മൈത്രേയന്റെ ഭാര്യ മൈത്രേയന്റെ കയ്യിലേ അല്ല. മൈത്രേയൻ പറഞ്ഞിടത്തൊന്നും ഭാര്യ കിട്ടില്ല. കാരണം ഭാര്യയ്ക്കും ഇതേ തത്തുല്യമായ അസുഖങ്ങളുള്ള പുള്ളിക്കാരിയാണ്. അപ്പൊ ആ പുള്ളിക്കാരിക്കും കാണും ഈ പറയുന്ന പോലെ ഇത് എന്തോന്നാണ് ഈ സാമ്പാർ കൂട്ടാൻ കൂട്ടി മാത്രം ദിവസം ചോറുണ്ടോണ്ടിരിക്കുന്നതെന്ന് ഭാര്യ ചിന്തിച്ചാൽ ഭാര്യ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ദിവസം സാമ്പാർ കൂട്ടി തിന്നുമ്പോ ആർക്കാ മടുക്കാത്തത്, അല്ലേ? അപ്പോ ഇതേപോലെ സാമ്പാർ കഴിച്ച മടുത്തൊരു ഭാര്യയും എന്നും അവിയൽ മാത്രം കഴിച്ചൊരു മൈത്രേയനും, ഇത് രണ്ടും കൂടി കൂടുമ്പോൾ അവര് പറയുന്നത്, അവര് ചിന്തിക്കുന്നത് അവർക്കിത് പോരാ, ഇത് ഇവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ല. അപ്പൊ എന്നും സാമ്പാർ കൂട്ടാൻ കൂട്ടി മടുത്തിട്ട് ഭാര്യ ഇറങ്ങിയിട്ട് മറ്റുള്ള മീറ്റും ചിക്കനും മട്ടനൊക്കെ തപ്പി ഭാര്യ പോകുമ്പോ അതിനെ തടുത്തു നിർത്താൻ പറ്റുന്ന കഴിവ് മൈത്രേയനില്ല, അതായത് കയ്യിനെല്ലില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന മൈത്രേയൻ പറയണ അപ്പൊ പിന്നെ അവളങ്ങ് പൊക്കോട്ടെ എന്നല്ലേ വിചാരിക്കാൻ പറ്റുള്ളൂ. അവള് പൊക്കോട്ടെ അവളുടെ വഴിക്ക്. അപ്പൊ പിന്നെ ലോകത്തിലുള്ള എല്ലാ ഭാര്യമാരും പോകണം അതുപോലെ ആണല്ലോ.
എന്റെ പോവാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ഭാര്യമാരൊക്കെ പോവണ്ടേ? അതാണ് ശരി. കുടുംബമായിട്ട് ജീവിക്കുന്നതല്ല ശരി. അത് കഴിഞ്ഞൊരു മോളുണ്ട് മൈത്രേയന്. മൈത്രേയന്റെ ചോരയിൽ ജനിച്ച കുട്ടി മൈത്രേയൻ അല്ലാണ്ട് വേറെ വേറെ ഏതെങ്കിലും ആൾക്കാരുടെ ഛായ കാണിക്കുമോ? ഇനിയിപ്പോ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് സംശയം ഉണ്ടാവും കേട്ടോ. ഇവരും സംശയിക്കേണ്ടി വരും. അപ്പൊ മൈത്രേയന്റെ മകളും ആരുടെ കൂടെ പോയാലും മൈത്രേയൻ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ മൈത്രേയൻ തന്നെ സ്വയം മകളെ ടെസ്റ്റ് ചെയ്യണ്ടോന്ന് അതും നമുക്കറിയാൻ പറ്റില്ല. കാരണം അതും സംഭവിക്കും. അയാൾക്ക് അങ്ങനെയൊന്നുമില്ല, പെണ്ണായാ മതി. രൂപത്തിൽ പെണ്ണാണെങ്കിൽ ദെൻ ജസ്റ്റ് ഡു ഇറ്റ്. അതാണ് മൈത്രേയന്റെ മുദ്രാവാക്യം. അതാണ് മൈത്രേയൻ. അപ്പൊ ഈ മൈത്രേയന്മാരെ പോലെയുള്ള മൈത്രേയന്മാര്, ഒരുപാട് മൈത്രേയന്മാര് കൂടിയ ഒരു സാംസ്കാരിക നായകര് മൊത്തം ഉള്ള കമ്മ്യൂണിസം മാത്രം തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു പറ്റം സാംസ്കാരിക നായകളും ഈ പറയുന്ന മൈത്രേയന്മാരെ പോലുള്ള മൈത്രേയന്മാരൊക്കെ കൂടിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ ഒരു അവതാരമാണ് ആര്? വേടൻ. ആ വേടൻ എന്നങ്ങോട്ട് പറയുമ്പോ പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് വേടൻ. എന്താണ് ഈ നത്തൂലിയുടെ പ്രത്യേകത? ഈ വേടൻ എന്ന് പറയുന്നവന്റെ നത്തൂലിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? വേടൻ ആവണമെന്നുണ്ടെങ്കിൽ വായ തോന്നിയത് വിളിച്ചു പറയാനുള്ള കഴിവുണ്ടാവുക. മലയാള വാക്കുകളില് പച്ചത്തെറി മാത്രം പറയാ. ചുരുളി സിനിമ കണ്ട പോലെയാണ്. നിങ്ങൾക്ക് ഏറ്റവും സെഡ് വരെയുള്ള എല്ലാ പച്ചത്തെറികളും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേടനാവാം. ആ പച്ചത്തെറികളിൽ നിങ്ങൾക്ക് മാല കോർത്ത പോലെ നിങ്ങൾക്ക് ഇതേപോലുള്ള തെറിപ്പാട്ടുകൾ ഉണ്ടാക്കാമെങ്കിൽ നിങ്ങൾക്ക് വേടനാവാം. അതാണ് അതായത് ഈ സംസ്കാരം, ഈ പറയുന്ന സംഗതികളും ഈ സംസ്കാരങ്ങളും നാട്ടിലുള്ളവർക്ക് സംസാരിക്കാൻ കൊള്ളുവോ? നമ്മളാരെങ്കിലും നമ്മുടെ കുടുംബത്ത് ഈ വേടന്റെ ഭാഷ സംസാരിക്കാൻ പറ്റുമോ? നമ്മുടെ തന്തയും തള്ളയും നമ്മളെ അങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ടോ? നെവർ എവർ. അതൊരിക്കലും പറ്റില്ല. ചിലപ്പോൾ ദേഷ്യം വരുമ്പോഴൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയില്ല. മൊത്തം അച്ചടി ഭാഷ മാത്രം സംസാരിക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾക്ക് കോമൺ ആയിട്ട് നാട്ടിലിറങ്ങിയിട്ടും വീട്ടിലിറങ്ങിയിട്ടും ഏതെങ്കിലും ഒരു പബ്ലിക് സ്പീച്ച്, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പബ്ലിക് സ്പീച്ചില് നമ്മൾ ആരെങ്കിലും കയറി നിന്നിട്ട് ഈ വേടന്റെ ഭാഷ ഉപയോഗിച്ചാൽ എന്തായിരിക്കും അവിടുത്തെ ഒരു പ്രതികരണം? അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മനുഷ്യരുടെ ഒരു മുഖം എന്തായിരിക്കും? മുഖഭാവം എന്തായിരിക്കും? വേടന്റെ ഭാഷയില്ലേ, വേടന്റെ കവിതയില്ലേ, ആസ്വദിച്ചൂടെ? ഇതാണ് വേടൻ. പച്ചത്തെറിയിൽ എത്രത്തോളം കവിത പാടാമെങ്കിൽ അതാണ് ഇപ്പോഴത്തെ സംസ്കാരം. ഈ പറയുന്ന കുഞ്ഞു മക്കൾക്ക് മുഴുവനും ഈ വേടന്റെ സംസ്കാരമാണ് വേണ്ടതെങ്കിൽ അപ്പോ നമ്മുടെ വരും തലമുറയുടെ ഗതികേട് എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്കിതിൽ പറയാനില്ല. അങ്ങനെ വേടൻ അങ്ങനെ കത്തിക്കേറി. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ടൊരു പ്രശ്നം ഉണ്ടായി. എന്ത്? ഈ സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്ന് പറയും കാരണന്മാര്. അപ്പൊ പിന്നെ വേടൻ എന്ത് ചെയ്തു? സമ്പത്ത് കാലം വന്ന സമയത്ത് ആ സമ്പത്ത് കാലത്ത് ഇങ്ങനെ 10 കായ് വെച്ചു. ആ 10 കായ് വെച്ചതിൽ ഇപ്പൊ നന്നായിട്ട് ഇങ്ങനെ ഫലഭൂയിഷ്ടമായിട്ട് ആ 10 കായും 10 മരങ്ങളും വലുതായിട്ട് ഇപ്പോ വേടനെ തിന്നാനായിട്ട് ഇഷ്ടപ്രകാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വല്ലതും കത്തിയോ? അപ്പൊ വേടൻ ഏതോ പോന്ന വഴികളിലൂടെ, കഴിഞ്ഞു പോയ കാലങ്ങളില് കടന്നു പോന്ന വഴികളിലൂടെ ഇതേപോലെ വച്ച കായയുടെ മരത്തിന്റെ കായ ഉണ്ടായിട്ട് ഇപ്പൊ അത് വേടന് തിന്നാറായിട്ടുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ പുതിയതായിട്ടൊരു ഡോക്ടറമ്മയാണ് പരാതിക്കാരി, ഇര. ഡോക്ടറമ്മയാണ് ഇപ്പോഴത്തെ ഇര. വേടനാണ് വേട്ടക്കാരൻ. വേടനെ പിന്നെ വേട്ടക്കാരൻ എന്ന് വിളിക്കേണ്ട കാര്യമില്ല, കാരണം വേട്ടക്കാരൻ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ശ്രദ്ധിച്ചു. കുറേ പെൺകുട്ടികൾ, അതായത് നമ്മുടെ നാട്ടില് ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ നടക്കുന്ന സമയത്ത്, നമ്മുടെ നാട്ടില് ആ കൊലപാതകങ്ങൾ നടന്നിട്ട് നമ്മുടെ തുണി പൊക്കി നോക്കിയിട്ട് മനുഷ്യരെ കൊന്നു കളഞ്ഞ സമയത്ത്, എത്രയോ പേരെ അന്ന് ടൂർ പോയ സമയത്ത് കാശ്മീരില് തുണി പൊക്കി നോക്കിയിട്ട് കൊന്നു കളഞ്ഞ സമയത്ത്, തീവ്രവാദികൾ കൊന്നു കളഞ്ഞ സമയത്ത്, നാട്ടിലെ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോ കുറേ പെൺകുട്ടികള്, ഒരു 20ഉം 22ഉം 18ഒക്കെ വയസ്സായിട്ടുള്ള കുറെ പെൺകുട്ടികള്, വേടനെവിടെ, 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 എനിക്ക് ഇപ്പൊ വേടനെ കാണണം, എനിക്ക് ഇപ്പൊ വേടനെ വിഴുങ്ങണം, എനിക്ക് ഇപ്പൊ വേടനെ കെട്ടിപ്പിടിക്കണം, എനിക്ക് ഇപ്പൊ വേടന്റെ കൂടെ കിടക്കണം, അങ്ങനെ പറഞ്ഞിട്ടൊരു ടീം മൊത്തം കിടന്നു ഇങ്ങനെ എന്താ പറയാ, എവിടൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലാണ്ട് ഒരു പറ്റം പെമ്പിള്ളേര്. അപ്പൊ ഈ പെമ്പിള്ളേര് മുഴുവനും ഇപ്പൊ ഈ ഒരു ഡോക്ടറെ ഇപ്പൊ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. ഈ പറയുന്ന ഇതേപോലെ തളച്ചു നടന്നിരുന്ന ഒരു ആളായിരിക്കും ഈ ഡോക്ടറും. ഡോക്ടർ പരിശുദ്ധ പതിവ്രതയായിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ രണ്ടു കൂട്ടരും ഈക്വൽ ആണ് അവിടെ. അതിൽ ഞാൻ ഒരിക്കലും വേടനെ കുറ്റം പറയില്ല. അതായത് നീ ഈ ഒരു കാര്യത്തിൽ ഞാൻ ശിവജിയുടെ ഒപ്പമാണ്. നിന്റെ സമ്മതമില്ലാതെ നിന്റെ ശരീരത്തിൽ ഒരാൾ തൊട്ടവന്റെ കൈ വെട്ടിക്കളയണമെന്ന് ശിവജി പറഞ്ഞിട്ടുള്ള അതേ ആദർശം കൊണ്ട് നടക്കുന്ന ആളാണ് ഞാൻ.
ഞാനൊരു സ്ത്രീയാണ്. എന്റെ സമ്മതമില്ലാതെ എന്റെ ശരീരത്തെ ഒരാൾ തൊട്ടാൽ ആ തൊട്ടവന്റെ കൈ വെട്ടിക്കളയണം, അതേത് ഭാഗമായാലും ശരി. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പെൺപിള്ളേർക്ക് കാര്യങ്ങൾ നടക്കാൻ നേരത്തെ അവർക്ക് യാതൊരു കുഴപ്പമില്ല. കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ പീഡനമായി, പരാതിയായി, പരിഭവമായി, പിന്നെ കേസായി, കൂട്ടായി, ആഹാ ഇതാ നടക്കുന്നു. ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ പോകുമ്പോ ചിന്തിക്കണ്ടേ? വേണമല്ലോ. അപ്പൊ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? പിന്നീട് എങ്ങനെയാ പീഡനമാവുന്നത്? അപ്പൊ പറയുന്നത് വേടൻ എന്നെ നിർബന്ധമായിട്ടും കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നാണ് ഡോക്ടറുടെ മൊഴി. വേടൻ നിങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ വരുമ്പോ വേടന്റെ കാരണക്കുറ്റി നോക്കി 2 എണ്ണം പൊട്ടിക്കാൻ ഡോക്ടർക്ക് കൈ പൊങ്ങിയില്ല? ഇല്ല. എന്നിട്ട് അപ്പൊ തന്നെ പോയിട്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യായിരുന്നില്ലേ ഡോക്ടറെ? ഈ ഡോക്ടർ എപ്പോഴെങ്കിലും എന്റെ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ഞാൻ പറയാണ്, പീഡനമായിട്ട് തള്ളിക്കളഞ്ഞല്ലോ, പീഡനമായിട്ട് ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോ വേടൻ വന്ന് നിർബന്ധിതമായിട്ട് വേടൻ വന്നു, വേടൻ ചുംബിച്ചു. വേടൻ ഏതെങ്കിലും വല്ല കഞ്ചാവ് വലിച്ചേറ്റിരിക്കുന്ന സമയമായിരിക്കും വേണമെങ്കിൽ, വേടന് വല്ല വെളിവുണ്ടെങ്കിലല്ലേ. അപ്പൊ ഡോക്ടർക്ക് അറ്റ്ലീസ്റ്റ് ഡോക്ടർക്ക് വെളിവുണ്ടാവണ്ടേ? കുടുംബം മൊത്തം ഡോക്ടർമാരാന്നാ പറയുന്നത്. വേടൻ ചെയ്തത് ശരിയാണെന്നോ അല്ലെങ്കിൽ ഡോക്ടർ ചെയ്തത് ശരിയാണെന്നോ ഞാൻ പറയാൻ ആളല്ല. പക്ഷെ ഇന്നത്തെ സ്ത്രീകളുടെ നിലവാരം ഈ സ്വഭാവങ്ങൾ കാണിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരാതിയും കൊണ്ട് നടക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഈ പീഡനത്തിന് മുൻപ് ഒന്നുകിൽ നിങ്ങൾ ഉഭയസമ്മതപ്രകാരം ചെയ്യുന്ന പ്രവൃത്തികളില് പിന്നീട് പീഡനം എന്ന് പറയുന്ന സംഗതികൾക്ക് പോവാതിരിക്കുക. കല്യാണം കഴിക്കാമെന്ന് വാക്ക് തന്നു, പീഡിപ്പിച്ചു. കല്യാണം കഴിക്കാമെന്ന് വാക്ക് തന്നെങ്കിൽ കല്യാണം കഴിയട്ടടോ, എന്നിട്ട് പോരെ. ഈ വേവോളം നിന്നാൽ 6ഓളം നിന്നൂടെ? ഈ കല്യാണം കഴിക്കാമെന്ന് വാക്ക തന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ കാമം നടപ്പാക്കണോ? അതാണോ അതിന്റെ അടുത്ത വഴി? കല്യാണം കഴിക്കാമെന്നുണ്ടെങ്കിൽ ശരി, കല്യാണം കഴിയട്ടെ. കല്യാണം കഴിക്കാമെന്ന് വാക്ക് തന്നിട്ടാണ് സ്ത്രീ ഡോക്ടറെ പീഡിപ്പിച്ചത്. നിർബന്ധിതമായിട്ട് ചുംബിച്ചു, പിന്നെ അവിടെ അങ്ങ് കിടത്തി, പിന്നെ എല്ലാം നടന്നു. ആഹാ, ഈ പറയുന്ന 1 2 3 4 കാര്യം കഴിഞ്ഞു. പിന്നെ അതൊരു പതിവായി. അവസാനം വേടനും അടുപ്പായി. അവനറിയാം അവൻ ഒരെണ്ണത്തിലൊന്നും നിൽക്കാൻ പറ്റുന്ന ആളല്ല. ഈ പറയുന്ന മൈത്രേയന്റെ വേറൊരു ജന്മാണ്. അപ്പൊ കാര്യത്തില് മൈത്രേയനായിരിക്കും അവന്റെ ഗുരു. അപ്പൊ അവൻ അവിടെ നിന്ന് വിട്ടു, അവന് കുറെ പെൺപിള്ളേരെ വേറെ വേണം. അപ്പൊ അവന്റെ പരാതി എന്ന് പറഞ്ഞാൽ വേറെ പെൺപിള്ളേരുടെ കൂടെ കിടക്കാൻ എവള് സമ്മതിക്കുന്നില്ല. ചേടാ, അതെന്തോന്നില്ലേടി ഡോക്ടറെ? വേറെ പെൺപിള്ളേരുടെ വേണം തോന്നിക്കഴിഞ്ഞാൽ വേടന് പോണ്ടേ? ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ കുറച്ചു മുമ്പ് കണ്ടതല്ലേ ലേഡി, പിന്നെ പെൺകുട്ടികളുടെ ഒരു ആരാധന, പെൺപിള്ളേരുടെ നിര തന്നെ കണ്ടതല്ലേ? വേടന് വേണ്ടി മരിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാത്തിനും. ഈ പറയുന്ന ഡോക്ടറുടെ അവസ്ഥ 2 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ മാറാവുന്നതുള്ളൂ. അപ്പൊ തീരും. 2 3 ദിവസം എവനങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. ഈ പെൺപിള്ളേരുടെ ഈ മുതുകൂത്ത്, ഈ പെൺപിള്ളേരുടെ അതികുന്തം ഉണ്ടല്ലോ, അതികുന്തം, അത്രയേ ഉള്ളൂ. പെണ്ണ് നടിച്ചാൽ ബ്രഹ്മനും തടുക്കില്ല എന്ന് പറയും. പക്ഷെ അതിന്റെ കൂടെ കാരണന്മാര് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, പെണ്ണ് നടിച്ചാൽ കുട്ടി. അത്രേ ഉള്ളൂ. അത് അവിടം കൊണ്ടാണ് അവസാനിക്കുന്നത്. അപ്പൊ പിന്നെ മാന്യമായിട്ട് മര്യാദയായിട്ട് നടക്കുമ്പോൾ ആ മര്യാദ ജീവിതത്തിൽ നടന്നൂടെ? ഈ പെൺപിള്ളേരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഘോരം പ്രസംഗിച്ച് ഇവന് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവൻ കളഞ്ഞിട്ട് ഈ ചാവാൻ കിടക്കുമ്പോൾ, ഒന്നാമത് മനുഷ്യന് ഈ വക സംഭവങ്ങളൊക്കെ തോന്നാനും ഒരു ഇഷ്ടം തോന്നാനൊക്കെ ഒരു അതിനു വേണ്ടിയിട്ടുള്ള ഒരു രൂപം കൂടി തോന്നണ്ടേ? ഞാൻ ഒരിക്കലും ഒരാളെയും ബോഡി ഷെയ്മിങ് അല്ല ഞാൻ ചെയ്യുന്നത്. ഈ നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി ഇങ്ങനെ മരിക്കുന്നുണ്ടല്ലോ, അതിനുള്ള യോഗ്യത അപ്പുറത്തുള്ള ആൾക്കും കൂടെ വേണ്ടേ? അറ്റ്ലീസ്റ്റ് മനുഷ്യനല്ലേ, മാടുക്കളൊന്നുമല്ലല്ലോ. അപ്പൊ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ബോഡി ഷെയ്മിങ് ചെയ്തു. ഞാൻ ബോഡി ഷെയ്മിങ് അല്ല ചെയ്തത്. ഒരു മനുഷ്യനോട് ഇഷ്ടം തോന്നാനും ഒരു മനുഷ്യനോട് ആരാധന തോന്നാനും ഒന്നുകിൽ അവന്റെ സംസ്കാരം നന്നാവണം, അല്ലെങ്കിൽ അവന്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ നന്നാവണം, അല്ലെങ്കിൽ അവന്റെ രൂപം നന്നാവണം, അല്ലെങ്കിൽ അവൻ അറിവുള്ളവനാവണം, അല്ലെങ്കിൽ അവൻ ഭയങ്കര വീരനാവണം. ഇതൊന്നുമില്ലാതെ ഒരു കീറിയ പാന്റും കീറിയ ഒരു ഷർട്ടും ഇട്ടിട്ട് ഇങ്ങനെ എവിടെയോ കയറി നിന്ന് വായ തോന്നിയത് മൊത്തം വിളിച്ചു പറഞ്ഞാൽ അതാണോ വീരത്വം? അതാണത്ര ഇന്ന് വീരത്വം. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പെൺപിള്ളേർക്ക് അത് മതി. എല്ലാ പെൺപിള്ളേർക്കും ഇന്ന് അത് മതി. പച്ചത്തെറി വിളിക്കുന്ന, തോന്നിവാസം വായെന്ന് പറയുന്ന, കഞ്ചാവ് അടിക്കുന്ന, ഈ മുടിയെല്ലാം സ്ട്രൈറ്റൻ ആക്കിയിട്ട് ഇങ്ങനെ എന്താ പറയാ ഒരുമാതിരി ഭൂവൻ കോഴിയെ പോലെ നടക്കുന്ന മഹാവൃത്തികെട്ടവന്മാരായിട്ടുള്ള ഗുണ്ടകളോ അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരോ എന്ന് പറയുന്ന ഇവന്മാരെ, ഇങ്ങനെയുള്ളവരെ മതി പെൺപിള്ളേർക്ക്. ഫ്രീക്കൻ, അതാണ് അതിന്റെ പേര്, ഫ്രീക്കൻ. എന്നിട്ട് വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ വേടൻ പ്രസംഗിച്ചതാണ് എന്ത്? മയക്കുമരുന്നിനെതിരെ.
ഏറ്റവും വലിയ കോമഡി അതാണ്. മയക്കുമരുന്നിനെതിരെ, മയക്കുമരുന്ന് മുഴുവനും കയ്യിൽ വെച്ചിട്ട് അതും ഉപയോഗിച്ചുകൊണ്ട് ഫുൾ ടൈം ജീവിക്കുന്ന ഇവൻ പറയുന്നതാണ്, ഇവൻ ക്ലാസ് എടുക്കാൻ വരുന്നതാണ്, വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ മയക്കുമരുന്ന് ഉപയോഗിക്കലടാ മക്കളെ, നിങ്ങള് നിങ്ങൾ നിന്നു പോവില്ല. അവന്റെ ഭാഷ ഒന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അവന് കാണുന്നിടത്ത് കിടക്കണം, കാണുന്നത് ഉപയോഗിക്കണം, കാണുന്നിടത്ത് പോണം, തോന്നിയത് ചെയ്യണം. എന്നിട്ട് ഇവന് ചെന്ന് കിടന്നു കൊടുത്തതാണ് ഇത്രയും കാലം പഠിച്ച് ഇത്രയും അറിവും വിവരവും വച്ച ഒരു ഡോക്ടർ. അപ്പൊ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരുടെ ചിന്താഗതികളൊന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ സ്റ്റാൻഡേർഡ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർമാർക്ക് നമുക്കൊരു വാല്യൂ ഉണ്ട് ഇല്ലേ? കാരണം ജീവിതത്തിൽ ഒരുപാട് പഠിച്ച് ബുദ്ധിപരമായിട്ട് നല്ല മാർക്ക് മേടിച്ചിട്ട് നല്ല പിന്നെ ഒരുപാട് കാലങ്ങൾ എല്ലാവരെക്കാൾ കൂടുതൽ പഠിച്ചിട്ടാണ് ഒരു ഡോക്ടറായിട്ട് വരുന്നത്. അതും ഫുൾ ഫാമിലി ഡോക്ടർമാരാന്നാ പറയുന്നത്. ആ ഡോക്ടേഴ്സ് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഡോക്ടർക്ക് ഇതുപോലൊരു പൊട്ടത്തരം പറ്റാമെന്നുണ്ടെങ്കിൽ അപ്പോ വിദ്യാഭ്യാസത്തിലും വിവരത്തിലൊന്നും യാതൊരു കാര്യവുമില്ല മക്കളെ. സത്യമാണ്, വിദ്യാഭ്യാസത്തിലും വിവരത്തിലൊന്നും യാതൊരു കാര്യവുമില്ല. ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇതിന് മുമ്പുണ്ടായിരുന്ന നിലവിളി എന്തായിരുന്നു? അയ്യോ ഞാൻ വേടനായതുകൊണ്ടാ, ഞാൻ കറുത്തതായതുകൊണ്ടാ എന്നെ എല്ലാവരും കളിയാക്കുന്നു, അല്ലെങ്കിൽ എന്നെ എല്ലാവരും പീഡിപ്പിക്കാൻ വരുന്നു, ചാടിപ്പിക്കാൻ വരുന്നു, എന്നെ വില വെക്കുന്നില്ല, ഞാൻ കറുത്തവനായതുകൊണ്ടാണെന്ന്. നമ്മൾ കറുത്തവരെ എല്ലാവരും കാട്ടിക്കളയാണ്. നമ്മുടെ വീടുകളിലൊക്കെ കറുത്തവരുണ്ട്, കറുത്തതുണ്ട് വെളുത്തതുണ്ട്. എനിക്ക് 2 മക്കളുണ്ട്. ആ 2 മക്കളിൽ ഒരാൾ കളർ കുറവും ഒരാൾ കളർ കൂടുതലാണ്. കളർ കുറഞ്ഞ ആളെ എനിക്ക് കൊണ്ട് കളയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ കറുത്ത ഡ്രസ്സ് ഉപയോഗിക്കാറുണ്ട്, ഞാൻ കറുത്ത സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് കറുപ്പിനോട് ആർക്കും ഇഷ്ടമില്ലാത്തതാണോ? കറുപ്പാണോ പ്രശ്നം? അല്ല, കയ്യിലിരിപ്പാണ് പ്രശ്നം. അപ്പൊ അന്നേരം അവനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ ജാതി പറഞ്ഞു, വേടന്റെ ജാതി പറഞ്ഞു. എന്താണ് വേടന്റെ ജാതി? ഏതോ ശ്രീലങ്കക്കാരനായിട്ടുള്ള ഒരുത്തന്റെ മോനാണ് ഇവൻ. ഇവൻ എങ്ങനെയാ ഈ ജാതിയിൽ താഴ്ന്ന ജാതിക്കാരനാവുന്നത്? അപ്പൊ ജാതി പറഞ്ഞു അധിക്ഷേപിച്ചു, ജാതി പറഞ്ഞു തൊട്ടു, ജാതി പറഞ്ഞു മൂക്കിക്കേറ്റി, ജാതി പറഞ്ഞു തൂക്കിക്കൊല്ലാൻ വന്നു. അപ്പൊ ജാതിയായി, ജാതി എടുത്ത് പ്രയോഗിച്ചു. തോന്നിവാസങ്ങൾ ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ കുറച്ചു നേരത്തെ ഈ ബാലവേല ചെയ്യിക്കാൻ കുട്ടികളെ കൊണ്ടുവന്നിട്ട് കന്യാസ്ത്രീമാരെ പിന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തു. കന്യാസ്ത്രീമാര് ചെയ്ത കാര്യങ്ങൾ എന്താടോ? അത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിന് പിന്നെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ? അതല്ലേ ചിന്തിക്കേണ്ടത്. അത് കന്യാസ്ത്രീയാണോ കളക്ടറാണോ അല്ലെങ്കിൽ മറ്റുള്ള ആരാണെന്നുള്ളതല്ലല്ലോ. എന്താണ് അവിടെ ചെയ്തത് കുറ്റം? എന്ന പോലെ ഈ വേടനായാലും മാടനായാലും ആരായാലും ശരി, ചെയ്ത കാര്യങ്ങള് തോന്നിവാസങ്ങൾ ചെയ്താൽ, തെണ്ടിത്തരം ചെയ്തു കഴിഞ്ഞാൽ അപ്പോ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പൊ പറയുമ്പോ എന്താണ്? ജാതിയിൽ അധിക്ഷേപിച്ചു, താഴ്ന്ന ജാതിക്കാരനെ അധിക്ഷേപിച്ചു. അപ്പൊ അതായി ഇവന്റെ. ഞാൻ ചോദിക്കുന്ന താഴ്ന്ന ജാതിയിലോ മേലെ ജാതിയിലോ ജനിച്ചത്, നിങ്ങള് മേലെ ജാതിയിൽ ജനിച്ചത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, ഞാൻ താഴ്ന്ന ജാതിയിൽ ജനിച്ചത് എന്റെ കുറ്റം കൊണ്ടല്ല. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ജനിച്ചു പോവാണ് ഓരോരോ വീടുകളില്. ഓരോരോ കുടുംബങ്ങളാവുമ്പോ ആ കുടുംബങ്ങളില് അച്ഛൻ അമ്മ മക്കള് കല്യാണം കഴിക്കുന്നു, തലമുറകൾ മാറുന്നു. അതിലെ ഏത് ജാതിയായാലും ഏത് വർഗമായാലും ശരി, അതങ്ങനെ നിവർന്ന് നീണ്ട് അങ്ങനെ പോകുന്നതാണ് പാരമ്പര്യം. അപ്പൊ അതില് വരുന്ന ജാതികളിൽ ഏത് ജാതിയാണോ കല്യാണം കഴിക്കുന്നത് ആ ജാതിയിലെ മക്കൾ ഉണ്ടാവും. SC/ST കാരൻ കല്യാണം കഴിച്ചാൽ അവന്റെ വീട്ടിൽ അവന്റെ മക്കളുണ്ടാവും. ക്രിസ്ത്യാനി കല്യാണം കഴിച്ചാൽ അവന്റെ വീട്ടിൽ അവന്റെ മക്കളുണ്ടാവും. മുസ്ലിം കല്യാണം കഴിച്ചാൽ അവന്റെ വീട്ടിൽ അവന്റെ മക്കളുണ്ടാവും. നമ്മള് ഏത് ജാതിക്കാരനാണോ കല്യാണം കഴിച്ചത് അവരുടെ കുട്ടികൾ അവരുടെ മക്കളാണ്. ആ ജനിക്കുന്നവർ അതിലൊരിക്കലും തെറ്റുകാരല്ല. കാരണം ജനിക്കുന്നവനോട് ചോദിച്ചിട്ടല്ല അവനെ ജനിപ്പിക്കുന്നത്. ഞാൻ നിന്നെ ജനിപ്പിക്കാൻ പോവാണ് മോനെ, ഞാൻ നിന്നെ ജനിപ്പിക്കാൻ പോവാണ് മോളെ എന്ന അച്ഛനും അമ്മയൊന്നും അവരോട് ഒരു നട്ടപ്പാതിരിക്കും പോയിട്ട് ചോദിക്കാറില്ല. അങ്ങനെ ജനിച്ചുണ്ടായ മക്കളാണ് നമ്മളൊക്കെ. പണ്ടത്തെ കാലത്ത് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് എന്തൊക്കെയോ പ്രബലാധിപത്യങ്ങളും പിന്നെ മേലെ ജാതികളും താഴെ ജാതികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. നമ്മൾ അന്നത്തെ കാലത്താണോ ഇപ്പൊ ജീവിക്കുന്നത്? ഇപ്പൊ ചന്ദ്രനിൽ പോയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മോഡേൺ യുഗത്തിലേക്ക് വന്നിട്ട് ഈ പറയുന്ന ഇന്റർനെറ്റും കാര്യങ്ങളും നമ്മുടെ വിരലിന്റെ തുമ്പത്താണ് ഇപ്പൊ കാര്യങ്ങൾ. അത്രത്തോളം പിന്നെ എന്താ പറയാ പുരോഗമനത്തിലേക്ക് എത്തി നമ്മൾ നിൽക്കുമ്പോ ഇപ്പൊ ചില കാര്യങ്ങൾ വരുമ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് പണ്ടത്തെ കാലത്തേക്ക് പോകുന്നത്? ഈ ചില കാര്യങ്ങൾ വരുമ്പോ, ഈ ജാതിക്കാര്യം പറയുമ്പോ, ഈ വേടനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് പണ്ടത്തെ കാലത്തേക്ക് പോകുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്തെ ഈ പറയുന്ന സംഗതികളൊന്നും വേണ്ടേ? ഈ പുരോഗമന കാലത്ത് ജീവിക്കുമ്പോ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ജനിച്ച കാലത്ത് കാളവണ്ടി ഉണ്ടായിരുന്നു.
ഇപ്പൊ കാളവണ്ടി ഇല്ല. ഇപ്പൊ നമ്മൾ പറക്കുന്നത് ഫ്ലൈറ്റിലാണ്. ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ട്രെയിനും നമ്മുടെ യാത്രാ സംവിധാനങ്ങളും എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നു. ഇപ്പൊ നമുക്ക് ഇപ്പൊ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ അത്രയും സ്പീഡിൽ എത്താനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഞാൻ കാളവണ്ടിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കാളവണ്ടി വേണ്ട. പണ്ട് ഞാൻ വെള്ളം കോരുമായിരുന്നു. എന്റെ കിണറ്റിൽ നിന്ന് എനിക്ക് വെള്ളം കോരണം. എത്ര വെള്ളമാണ് കോരി കയറ്റിയിട്ടുള്ളതെന്ന് അറിയോ? ആ വെള്ളം കോരേണ്ട അവസ്ഥയിൽ നിന്ന് ഇന്ന് ഞാൻ എന്റെ വീട്ടിലെ പൈപ്പ് തുറന്നാൽ എന്റെ വീട്ടിൽ വെള്ളം വരും. ഇന്ന് ഞാൻ എന്റെ വീട്ടിലിരുന്നിട്ട് എന്റെ വിരലിന്റെ തുമ്പ് കൊണ്ട് ഞാനൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്റെ വീട്ടിൽ വരും. അത്രത്തോളം നമ്മൾ എല്ലാ കാര്യങ്ങളിലും, നമുക്ക് എന്ത് കാര്യം അറിയണമെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോർവേഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴും പണ്ടത്തെ കാലത്ത് ജാതിയുടെ പേരും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുമ്പിളിൽ കഞ്ഞി തന്നിരുന്നു, നിങ്ങളെ അധിക്ഷേപിച്ചിരുന്നു, നിങ്ങൾ മേൽവർഗമാണ്, നിങ്ങൾ താഴ്ന്ന ജാതിയാണ്. എന്തോ നടയും. പോയി തൂങ്ങി ചത്തൂടെ? ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ചില കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പുരാണ കാലത്തേക്ക് പോവുകയാണ്. അതാണ് ഇപ്പോഴത്തെ നടക്കുന്ന ഒരു അവസ്ഥ, ഈ ജാതി വ്യവസ്ഥ. അവൻ മേൽജാതിക്കാരനാ, അവൻ ബ്രാഹ്മണനായി. ഏതൊക്കെ പാവം ബ്രാഹ്മണന്മാർ ഈ ഭൂമിയിൽ മരുന്നിന് പോലും ഇല്ല ഒരെണ്ണത്തിനെ കാണാനായിട്ട്. അത്രയും മുടിഞ്ഞ് അവസാനിച്ചു പോയി. ഇന്ന് ഇല്ലങ്ങളും ബ്രാഹ്മണന്മാരും എല്ലാവരും അവരുടെ ഗതി എന്ന് പറഞ്ഞാൽ അതോ ഗതിയാണ്. ജീവിക്കാൻ പോലും മാർഗമില്ലാണ്ട് കഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഈ മേൽജാതിക്കാരെന്ന് പറഞ്ഞ് ഈ സീലടിച്ച് വിട്ടിരിക്കുന്ന നമുക്കൊന്നും ഒരു രൂപയുടെ സർക്കാരിൽ നിന്ന് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നമുക്കില്ല. ആനുകൂല്യം കൈപ്പറ്റാൻ നേരത്തെ അയ്യോ ഞങ്ങൾ SC കാരാ, അപ്പൊ ഞാൻ നിവർന്ന് നിന്ന് അങ്ങനെ പറയും. ഞങ്ങൾ OBC-യാ, ഞങ്ങൾ SC/ST-യാ, ഞങ്ങൾക്ക് ആനുകൂല്യം കൊണ്ടാ, ഞങ്ങൾക്ക് പിന്നെ ജാതിയുടെ എന്താ പറയാ ജോലിയുള്ള കാര്യങ്ങള്, ജോലി കിട്ടാനുള്ള സംഗതികള്, PSC ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും പരീക്ഷ പാസ്സാവാനാണെങ്കിലും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനാണെന്നുണ്ടെങ്കിലും ഗ്രേസ് മാർക്ക് ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഇളവുണ്ട്. എന്ത് ഈ പറയുന്ന ജാതി SC/ST-കാർക്ക്, OBC, SC/ST എല്ലാവർക്കും ജാതിയുടെ പേരും പറഞ്ഞിട്ട് ഈ പറയുന്ന സംഗതികളൊക്കെ കൈപ്പറ്റും. അതൊക്കെ കൈപ്പറ്റും. നമ്മൾ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് കേൾക്കണതാ, നീ നായരാണോ? നിനക്കൊന്നുമില്ല, പോയി പണി നോക്ക്. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചതല്ലേ, ഈ ഭൂമിയിൽ വളർന്നതല്ലേ, ആണല്ലോ. അപ്പൊ എന്നെ അങ്ങ് മാറ്റി നിർത്തും ജാതിയുടെ പേരും പറഞ്ഞ്. നീ നായരാണെന്ന്, ഞാൻ നായരായി പോയത് എന്റെ കുറ്റം കൊണ്ടാണോ? അതോ എന്റെ അച്ഛനമ്മയും എന്നോട് ചോദിച്ചിട്ടാണ് എന്നെ പിന്നെ ഇതുപോലെ ജനിപ്പിച്ചത്? അവൻ നമ്പൂതിരിയാ, അവൻ ബ്രാഹ്മണനാ, അപ്പൊ അവനും കൊടുക്കാൻ പാടില്ല. ചേടാ, PSC 2 കൊല്ലം ഇരുന്ന് പഠിച്ച് ആ 2ാമത്തെ കൊല്ലം കഴിയുമ്പോൾ അവരുടെ സീനിയോറിറ്റി പോയിട്ട് അവർ ആദ്യം പഠിക്കേണ്ട അവസ്ഥ വരുമ്പോ എന്റെ മോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് അമ്മ ഈ കഷ്ടപ്പാട്? എന്തിനാ കഷ്ടപ്പാട്? എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. എന്തുകൊണ്ടാ? നായരാ, ജാതിയിലേ നായരാ. സ്കൂളിൽ ചെന്ന് ചേർക്കാൻ, 1ാം ക്ലാസ്സിൽ ചെന്ന് ചേർക്കാൻ തുടങ്ങുമ്പം സർക്കാരിന്റെ ഫോറം പൂരിപ്പിക്കാൻ വെച്ച സ്കൂളുകാർ ചോദിക്കും, എന്താ ജാതി? ഹിന്ദു. അപ്പോഴും പറയില്ല, അവിടെ നിൽക്കില്ല, ജാതി പറയണം, നായർ. ഹിന്ദു ഈഴവ, ഹിന്ദു നായർ. വേണ്ടേ? പറയണ്ടേ? ആ കോളം പൂരിപ്പിക്കണല്ലോ. അതെന്തുകൊണ്ട് എടുത്തു കളയാത്ത സർക്കാരിന് ജാതി എടുത്തു കളഞ്ഞൂടെ? ചെയ്യില്ല. അപ്പൊ ഇതിന്റെ മുഴുവനും ആനുകൂല്യം പിൻപറ്റി ജീവിക്കുന്ന ഈ വേടന്മാരെ പോലെയുള്ളവന്മാര് ഈ പറയുന്ന ജാതി പറയുമ്പോ, തെറ്റ് ചെയ്യുമ്പോ, തെണ്ടിത്തരം ചെയ്യുമ്പോ, തോന്നിവാസം ചെയ്യുമ്പോ അവനൊക്കെ ഊരിപ്പോവാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ജാതി. അവനെ അധിക്ഷേപിച്ചു, വേടനെ അധിക്ഷേപിച്ചു, താഴ്ന്ന ജാതിക്കാരനെ അധിക്ഷേപിച്ചു, കറുത്തവനെ പുച്ഛിച്ചു. ഈ കറുത്തവൻ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ നമ്മുടെ മുമ്പിലൊക്കെ. ഈ കറുത്തവന്മാർ എത്ര പേരുണ്ടെന്നറിയോ? ഈ പറയുന്ന കറുത്തവന്മാർക്ക് മുഴുവനും ഈ കലാഭവൻ മണി, നമ്മുടെ IM വിജയൻ, ഇത് പറയുന്ന ഇവരാരെ അധിക്ഷേപിക്കില്ല ഞാന്. ഈ പറയുന്നവന്മാർക്ക് മുഴുവനും വെളുത്ത പെണ്ണുങ്ങളെ മതി. അതും നായര് പെണ്ണുങ്ങളായാൽ അതിനേക്കാളും സന്തോഷം, നമ്പൂരി പെണ്ണുങ്ങളായാൽ അതിലും സന്തോഷം. അതാണ് വേറൊരു തമാശ. എന്നാൽ നിങ്ങൾ കറുത്തതല്ലേ, നിങ്ങൾ കറുത്തവരെ തന്നെ കെട്ട്. അത് പറ്റില്ല, എനിക്ക് വെളുത്ത പെണ്ണിനെ വേണം, പെണ്ണ് വെളുത്തത് വേണം, മേൽ ജാതിയിൽ നിന്ന് വേണം. ഈ ജാതി കോമഡികളൊക്കെ ഈ ലോകത്ത് കേരളത്തിലല്ലാതെ വേറെ എവിടെയാ നടക്കാൻ പോകുന്നത്? നമ്മൾ ആരെങ്കിലും കറുപ്പിന് ഇഷ്ടപ്പെടാത്തതാണോ? അല്ല. ഇവന്മാരുടെ ആയുധങ്ങളെ ഞാനീ പറയുന്നത്. എന്നിട്ട് വായ വന്ന തെറികളും പച്ചത്തെറികളും പറഞ്ഞ് ഈ വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറയെ, കൊച്ചുമക്കളെ അടക്കം, ഒരു വേടന്റെ പാട്ട് ഒരു കൊച്ചുകുട്ടി പാടിക്കഴിഞ്ഞാല് എന്തെല്ലാം തരത്തിൽ നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കി നോക്ക്.
നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും പിന്നെ മാന്യമായ ഭാഷയാണോ ഇവൻ പറയുന്നത്? എന്നിട്ടിപ്പോ ഇവന്റെ പേരിൽ ഇതേ പുതിയ പീഡന കേസ്, പീഡന പരാതി വന്നിട്ടുണ്ട്. അതാണ് പീഡന പരാതി വന്നതില് വാൽമീകി കഴിഞ്ഞാൽ പിന്നത്തെ ഏറ്റവും വലിയ മഹാകവിയായിട്ട് ഉപരോധിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന വേടൻ. വാൽമീകി എന്ന് പറയുന്ന അദ്ദേഹത്തിന് കഴിഞ്ഞാൽ പിന്നത്തെ ഏറ്റവും വലിയ മഹാകവി കമ്മ്യൂണിസ്റ്റുകാർക്ക് വേടനാണ്. കാരണം അവരുടെ സംസ്കാരത്തിന് ഇത് കറക്റ്റായിട്ട് മാച്ചാവും. അവർക്ക് കുഞ്ഞുമക്കളെന്നോ ചെറിയ കുട്ടികളെന്നോ വലിയ കുട്ടികളെന്നോ പെണ്ണെന്നോ പെങ്ങളെന്നോ അമ്മയെന്നോ ഭേദമില്ലാണ്ട് ഭോഗിക്കണമെങ്കിൽ സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രം ഭോഗിച്ച് നടക്കാൻ വേണ്ടിയിട്ട് രണ്ടും തരത്തിൽ രണ്ടും കെട്ട് നടക്കുന്ന വർഗമാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിൽ അതേപടി പിടിച്ചതാണ് ഇവനും അത് തന്നെയാണ് ആവശ്യം. ഇവനും അതാണ് ആവശ്യം. ഇവന് ഇന്ന് ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിന് മൂന്നെണ്ണത്തിന് കഴിഞ്ഞാൽ നാളെ വേറെ എണ്ണത്തിന് കിട്ടണം. കാരണം തലയ്ക്ക് വെളിവില്ലല്ലോ, കേറുന്നു അതുപോലത്തെ സാധനങ്ങളല്ലേ. ഇനി പിന്നാലെ എത്ര എണ്ണം വരും ഈ പറയുന്ന വയറും പൊത്തിപ്പിടിച്ചോണ്ടെന്നുള്ളത് അറിയില്ല. അത് നമ്മൾ നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ്. വരും ഇനി പതുക്കെ. ഒരെണ്ണം മനക്കം വെച്ചിട്ടുണ്ട്. ഈ വന്നതിന് ഞാൻ ന്യായീകരിക്കില്ല, ഒരിക്കലും ന്യായീകരിക്കില്ല. ഈ ഡോക്ടറെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. കാരണം ഉഭയസമ്മത പ്രകാരം രണ്ടുപേരും കൂടിയിട്ട് കല്യാണ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഗതികൾക്ക് തുറന്നു കൊടുത്ത ഡോക്ടറായിട്ട് തന്നെ ചിന്തിക്കണമായിരുന്നു. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതിന് മുമ്പ് കല്യാണം കഴിക്കാന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചിട്ട് മതി. അതിന് ഡോക്ടർക്ക് നേരണ്ടായില്ലല്ലോ. അപ്പൊ പിന്നെ ഡോക്ടർ കിടന്ന് നിലവിളിച്ച് അയ്യോ പത്തോന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൻ ഇതുമേന്ന് നിൽക്കുന്ന ആളല്ല. അവൻ ഇത് കഴിഞ്ഞാൽ വേറൊന്ന്, അത് പിന്നെ മടുത്തു പോയിട്ടുണ്ടാവും. നിങ്ങളിനി വേറെ വല്ലവരെയും കെട്ടി മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അത്രേ എനിക്ക് ഡോക്ടറോട് പറയാനുള്ളൂ. ഡോക്ടർ ഇനി വേടൻ പീഡിപ്പിച്ചേ എന്നും പറഞ്ഞിട്ടൊരു കേസ്, പിന്നെ ഡോക്ടറോട് ഒരു താങ്ക്സ് ഉണ്ട്. എന്താ വെച്ചാല് ഇനിയുള്ള പെൺപിള്ളേരെങ്കിലും ഇവന്റെ തനി നിറം മനസ്സിലാക്കിയിട്ട് പിന്മാറണമെങ്കിൽ പിന്മാറട്ടെ. അതിനൊരു ഉപകാരം ഉണ്ടാവും ഡോക്ടറുടെ പരാതി കൊണ്ട്, അതുണ്ടാവും. ഇവൻ ഇങ്ങനത്തവനാണ്. ഇവനെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ നേരമ്പോക്കാണ്. ഇവൻ ഒരു ദിവസം ഒരെണ്ണല്ല രണ്ടെണ്ണല്ല ഒരുപാട് വേണം എന്ന് അറിഞ്ഞിട്ട്, അല്ല ഇനിയിപ്പോ വേടനെ ഒരു ദിവസം വേടന്റെ കൂടെ കിടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന കേരള സമൂഹത്തിലെ പെൺപിള്ളേരാണ് ഒട്ടുമുക്കാലും. അതുകൊണ്ട് നമ്മൾ ആരും കൂടില്ല ഈ പെൺപിള്ളേരോട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അത് അവരുടെ ഇഷ്ടം. ഐ ഡോണ്ട് കെയർ. പക്ഷെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഡെയിലി വന്നിട്ട് ഈ പീഡന പരിപാടി, ആ പരിപാടി നാണക്കേടാണ്. ഈ മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് മൊത്തം നാണക്കേടാണ് ഈ പീഡനം. എന്തോന്ന് പീഡനം? പരാതിയിൽ പറയുന്ന എന്റെ സമ്മതമില്ലാതെ എന്നെ ചുംബിച്ചു, അതോടുകൂടി എന്നെ അവിടെ കിടത്തിയിട്ടു, എല്ലാം ചെയ്തു എന്നാണ് പറയുന്നത്. ഈ പരിപാടി ചെയ്യുമ്പോഴേ അവന് വെളിവുണ്ടാവില്ല, പക്ഷെ ഡോക്ടർക്ക് വെളിവുണ്ടല്ലോ. ഇവന്റെയൊക്കെ കാരണക്കുറ്റി നോക്കിയ ഒരെണ്ണം പൊട്ടിച്ചിട്ടേ അന്നേരം പോണായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. അത് ഡോക്ടർ ചെയ്തില്ല. പിന്നെ ഡോക്ടർ കിടന്നിട്ട് അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നതിന് എനിക്ക് ഒരു സഹതാപം തോന്നുന്നില്ല. കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളുടെ ദേഹത്ത്, അവളുടെ മുഖത്തേക്ക് നോക്കാൻ, മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പുരുഷനൊന്ന് പേടിക്കും. അത് ഭയപ്പെടുത്തിയിട്ടോ രാക്ഷസിയായിട്ടോ അല്ല, മാന്യമായിട്ട് നടന്നാൽ മതി. ഈ ലോകത്തുള്ള പുരുഷന്മാരെല്ലാവരും ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. എല്ലാവരും നമ്മൾ യാത്ര ചെയ്യുന്ന അവസരങ്ങളിലായാലും നാട്ടിലായാലും ഏതൊക്കെ സിറ്റുവേഷൻസിൽ നോക്കിയാലും പുരുഷൻ എപ്പോഴും നമുക്കൊരു ബലമാണ്. അവർ നമുക്കൊരു കവചമാണ്. അവർ നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. അവരൊരിക്കലും അങ്ങനെ ഈ പറയുന്ന പോലെ കാണുന്നവരെ മൊത്തം കൂടെ കൊണ്ട് നടക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന പുരുഷന്മാരൊന്നുമില്ല. 90% പുരുഷന്മാർ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന പുരുഷന്മാരാണ്, വളരെ സപ്പോർട്ടീവാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യത്തില് ഡോക്ടറുടെ പരാതിയിൽ ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ഒരു മെസ്സേജ് ഇനി വരുന്ന തലമുറയ്ക്ക് ചിന്തിക്കാം വേടൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു മെസ്സേജ് ഉണ്ട് അതിനകത്ത്. അത്രേ ഉള്ളൂ. നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരുന്ന ഈ വേടനും നമ്മുടെ കമ്മ്യൂണിസവും നമ്മുടെ സാംസ്കാരിക നായകളും എല്ലാവരും ചേരുന്ന ഈ കേരളത്തില് ഇപ്പോഴത്തെ നല്ല പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയ മെസ്സേജാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ അറിയാവുന്ന ഒരു കാര്യമാണത്. കാരണം ഒരു കുടുംബമായിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന സമൂഹത്തില് ഇവനെ പോലുള്ളവർ ചെയ്തു കൂട്ടുന്ന തെണ്ടിത്തരങ്ങള്, ഇവനെ പോലുള്ളവർ പറഞ്ഞു കൂട്ടുന്ന പൊട്ടത്തരങ്ങള്, മാന്യമായിട്ടുള്ള വേദിയിൽ പറയാൻ കൊള്ളില്ലാത്ത പോലത്തെ ഇവന്റെ വായിൽ നിന്ന് വരുന്ന പച്ചത്തെറികള്, ഇതാണ് ഇന്നത്തെ കേരള സമൂഹം പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ സർക്കാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യട്ടെ. ഇപ്പൊ വാളയാർ 2 കുഞ്ഞുമക്കളെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയല്ലോ.
കാലങ്ങളായിട്ട് പീഡിപ്പിച്ച് 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 9ഉം 7ഉം വയസ്സായ 2 മക്കളെ കൊന്നു. ആരായിരുന്നു? പാർട്ടിക്കാരനായിരുന്നു. അതുകൊണ്ട് ആ കേസ് തേഞ്ഞു മാഞ്ഞു പോയി. അതാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസ്റ്റുകാർക്ക് അതാണ്. അവരിങ്ങനെ പേയിളകിയ നായ്ക്കളുടെ പോലെയാ, കന്നിമാസത്തിലെ പട്ടികളുടെ പോലെയാണ്. അതല്ല, പേ നായ്ക്കളല്ല, അവരിതിനേക്കാളും മാന്യതയുണ്ട്. കന്നിമാസത്തിലെ പട്ടികളാണ് കമ്മ്യൂണിസത്തിലെ ഈ പറയുന്ന ആൾക്കാർ. അവർക്കതാണ് ആവശ്യം. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. പബ്ലിക് റോട്ടിൽ ഇങ്ങനെ എണ കൂടിയിട്ട് ഇങ്ങനെ എണ ചേർന്ന് നടക്കുന്ന കണ്ടിട്ടില്ലേ പട്ടികള്? അത് തന്നെയാണ് കറക്റ്റ്. അപ്പൊ ഈ കന്നിമാസത്തിലെ പട്ടികളും കമ്മ്യൂണിസ്റ്റ് നടക്കുന്ന സാംസ്കാരിക നായകളൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അത് ആഗ്രഹിക്കുന്നവരെ ആ സംഗതിയിലേക്ക് പോവുള്ളൂ. ആ ആദർശം സ്വീകരിച്ച് ഈ നാടിന്റെ സംസ്കാരം, എന്റെ കുടുംബം, നമ്മുടെ മാന്യത, മര്യാദ, ആ വക സംഭവങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ അതൊക്കെ. അല്ലാത്തവര് കുടുംബവും ഇല്ല, വീടും ഇല്ല, കുടിയില്ല, പബ്ലിക്കായിട്ട് എന്തുമാവാം എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർക്ക് അതായത് എവിടെയൊക്കെ ചീഞ്ഞളിഞ്ഞതുണ്ടോ, എവിടെയൊക്കെ പുഴുത്തതുണ്ടോ, അത് മുഴുവനും വന്ന് അടിഞ്ഞുകൂടും. എവിടെ? കമ്മ്യൂണിസത്തില്. അവർക്ക് അതിനുള്ള സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് താലി പൊട്ടിക്കണോ? പൊട്ടിക്കാം. പബ്ലിക്കായിട്ട് ചുംബന സമരം നടത്തണോ? നടത്താം. പബ്ലിക്കായിട്ട് കൂടെ കിടക്കണോ? കിടക്കാം. കൂടെ കിടന്ന് ഭോഗിക്കണോ? ഭോഗിക്കാം. അമ്മയുടെ കൂടെ കിടക്കണോ? പെങ്ങളുടെ കൂടെ കിടക്കണോ? കുഞ്ഞു മക്കളെ പീഡിപ്പിക്കണോ? എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ വാ കമ്മ്യൂണിസ്റ്റിലേക്ക്. അതാണ് ഇന്നത്തെ കമ്മ്യൂണിസം. പിണറായി വിജയന്റെ കമ്മ്യൂണിസം. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ ഒരിക്കലും പറയില്ല. പിണറായി വിജയന്റെ കമ്മ്യൂണിസം ഇതാണ്. മയക്കുമരുന്ന് വേണോ? ഹാഷിഷ് വേണോ? അതിനേക്കാൾ മേലെ പോണോ? ഇത് മുഴുവനും കഞ്ചാവ് വേണോ? ഇതൊക്കെ നിങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസത്തിൽ ചേർന്നോളൂ. നിങ്ങൾക്ക് ഇതെല്ലാം നടത്തിയെടുക്കാം. യോനി കവാടം ഉണ്ടാക്കാം, സരസ്വതി ദേവിയെ തുണിയില്ലാണ്ട് വരയ്ക്കാം, ഈ പറയുന്ന അമ്മ പെങ്ങന്മാരെ മുഴുവനും പീഡിപ്പിക്കാം, ഏതൊക്കെ സഖാത്തികളെ ഗർഭിണികളാക്കിയാലും യാതൊരു പ്രശ്നവുമില്ല, പാർട്ടി രക്ഷിക്കും. സഖാത്തികളുടെ ഗർഭം ഉണ്ടാക്കിയാലേ സഖാത്തികളുടെ ഗർഭത്തിന് ആ ഗർഭം അപ്പോഴേക്കപ്പോഴേ ഇവർക്ക് എന്താ പറയാ നാമാവശേഷം ചെയ്യുന്ന രീതിയിലുള്ള പരിപാടി, അതിന്റെ തീവ്രത അളക്കാനുള്ള മെഷീനൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് ഒരാളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി കഴിഞ്ഞാൽ അതിന്റെ തീവ്രത, എത്ര തീവ്രതയിലാണ് പീഡിപ്പിച്ചതെന്നും എത്ര തീവ്രതയുണ്ട് ആ പീഡനത്തിനെന്നും ആ പീഡിപ്പിച്ച ആളുടെയും സ്ത്രീയുടെയും ഒക്കെ തീവ്രത അളക്കാനുള്ള മെഷീനൊക്കെ നമ്മുടെ ശ്രീമതി ടീച്ചറുടെ കയ്യിലുണ്ട്, നമ്മുടെ ബാലൻ സാറിന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ തീവ്രത അളന്ന് അവർക്ക് കോടതിയും പോലീസൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഈ പറയുന്ന തീവ്രത അളന്ന് അതിന്റെ തീവ്രത രേഖപ്പെടുത്തി അതില് അത്ര അധികം തീവ്രതയിലൊന്നും പീഡിപ്പിച്ചിട്ടില്ല എന്ന് ശ്രീമതി ടീച്ചർ അതിന് വിലയിരുത്തും. അപ്പോ അതിന് ബാലൻ മാഷ് അതിന് മാർക്കിടും. അതിന് മാർക്ക് കുറഞ്ഞ പീഡനമാണെങ്കിൽ പിന്നെ ആ പീഡനം ഒരു പീഡനമേ അല്ല. അല്ലെങ്കിലും സഖാക്കന്മാരുടെ പീഡനങ്ങളൊക്കെ ആരറിയുന്നു, എങ്ങനെ അറിയുന്നു, എവിടെ അറിയുന്നു? ശിവശിവ, ഇതാണ് അവസ്ഥ. ഇതാണ് കമ്മ്യൂണിസം. ഇന്നത്തെ പിണറായി വിജയന്റെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ആർക്കൊക്കെ എന്തൊക്കെ തെണ്ടിത്തരങ്ങൾ ചെയ്യാനും ആർക്കൊക്കെ എന്തൊക്കെ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിന്റെ കീഴിലുള്ള എല്ലാ തരത്തിലുള്ള തെറ്റുകളും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കൂട്ടത്തിലേക്ക് വന്നാൽ മതി. ഏവർക്കും സ്വാഗതം. കൊച്ചുമക്കളെ പീഡനം തൊട്ട് 7 വയസ്സോ 9 വയസ്സോ 2 വയസ്സോ 5 വയസ്സോ അങ്ങനെയുള്ള സഖാക്കന്മാരെ പീഡിപ്പിക്കുന്ന പീഡനങ്ങൾ തൊട്ട് മയക്കുമരുന്നോ കഞ്ചാവോ അല്ലെങ്കിൽ അതുക്ക് മേലെയോ ഒക്കെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കിനി മാർക്ക് ലിസ്റ്റ് തിരുത്തണോ, നിങ്ങൾക്ക് പിൻവാതിൽ നിയമനം വേണോ, നിങ്ങൾക്ക് അതിനേക്കാളും മേലെ അപ്പൊ അങ്ങനെ എന്തൊക്കെ ഈ ലോകത്ത് നടക്കുന്ന തെണ്ടിത്തരങ്ങളുണ്ടോ അത് മുഴുവനും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എവിടെ വരണം? പിണറായി വിജയൻ സർക്കാരിന്റെ കൂട്ടത്തിൽ വന്നാൽ മതി. എല്ലാവർക്കും എല്ലാ പരിപാടികളും അവിടെ എടുത്ത് ചെയ്തു കൊടുക്കപ്പെടുന്നതാണ്. അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. അപ്പൊ അതില് വേടന്റെ പരാതിക്ക് യാതൊരു പരാതിയും പറഞ്ഞിട്ട് കാര്യമില്ല. വേടൻ പീഡിപ്പിച്ചെങ്കിൽ ഡോക്ടർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പരാതി കൊണ്ടാണ് ഡോക്ടർ ഇപ്പൊ വന്നിട്ടുള്ളത്. ഡോക്ടർ ഈ വക സംഭവങ്ങൾ നടക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതായിരുന്നു. ഡോക്ടറെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് വേടൻ പീഡിപ്പിച്ചതെങ്കിൽ ഡോക്ടറെ വേവോളം നിന്നാൽ 6ഓളം കൂടി ഡോക്ടർക്ക് നിൽക്കായിരുന്നു. അപ്പൊ അക്കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഡോക്ടറുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പിന്നെ ഡോക്ടർ ചെയ്തൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന പെൺപിള്ളേർക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ ഉപകാരപ്പെടും. അല്ലെങ്കിൽ തന്റെ ദേഹത്ത് വന്ന തന്റെ ചുണ്ടത്ത് വന്ന വേടന്റെ ചുണ്ടിനെ കാരണക്കുറ്റി നോക്കി പുകച്ചിരുന്നെങ്കിൽ വേടൻ വിവരം പറഞ്ഞേനെ. ഇനിയുള്ള പെൺപിള്ളേരെങ്കിലും, ഇനിയുള്ള പെൺമക്കളെങ്കിലും, ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും, സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും ശരി, അവനവന്റെ സമ്മതമില്ലാതെ ദേഹത്ത് തൊടുന്നവനെ ഒരെണ്ണം തിരിച്ചു പൊട്ടിച്ചിട്ട് എന്ത് സംഭവിച്ചിട്ടൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉഭയസമ്മത പ്രകാരമാണ് നിങ്ങൾ അവനോട് കൂടി കിടക്കുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾ കിടന്ന് നിലവിളിക്കരുത്. അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല, ഒരിക്കലും. അപ്പോ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ.
ഈ നാട്ടില് വേടന്റെ പേരും പറഞ്ഞിട്ട് ഇനിയും നടക്കുന്ന കുറേ പെമ്പിള്ളേരുണ്ട്, ജീവൻ കളയാൻ തയ്യാറായിട്ട് നടക്കുന്ന പെമ്പിള്ളേരുണ്ട്. ആരൊക്കെ പോയിട്ട് എവിടെയൊക്കെ പോയിട്ട് തമാശ കളിച്ചു വന്നാലും മക്കളെ നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. നിലവിളിക്കുന്നതിന് മുമ്പ്, ഇതൊക്കെ ചെയ്ത് ഒപ്പിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട കാര്യമാണ്. ചാടിയിട്ട് ഒരു ദേശത്തിന് ചാടിയിട്ട് 9 ദേശത്തിന് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ കിട്ടിയത് തന്നെയാണ്. വേടനെ സംബന്ധിച്ച് ഒരു വിഷയമില്ല. ഇന്ന് ഒരാളാണെങ്കിൽ നാളെ വേറൊരാളാണ്. അവന്റെ കാര്യം അത്രയേ ഉള്ളൂ. ഇതിൽ സ്ത്രീകൾ ദുഃഖിക്കേണ്ടി വരും. ഈ സ്ത്രീകൾക്കൊരു പ്രത്യേകതയുണ്ട്. സ്നേഹിച്ചാൽ അവർ ആത്മാർത്ഥമായിട്ട് ആ പുരുഷനെ അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്ന പുരുഷനെ സ്നേഹിക്കും. 100-101%. മാധവിക്കുട്ടിയുടെ പോലെ അവസാനം മറക്കാൻ പറ്റില്ല. അവനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കും. കാണുന്നിടത്തെല്ലാം അവനാണ്, നോക്കുന്നിടത്തെല്ലാം അവനാണ്. പക്ഷെ അവൻ അങ്ങനെയല്ല. അവൻ ഇന്നത് കഴിഞ്ഞു, ഇന്നത്തെ കഴിഞ്ഞു, നാളെ വേറൊന്ന്, നാളെ വേറെ. ഇത് നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു സംഗതികളാണ്. മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. ഞാൻ പറയുന്നതിനെ തള്ളവൈബാണ്, തന്തവൈബാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞാൽ ഈ തന്തവൈബും തള്ളവൈബും ഒക്കെ തന്നെയാണ് നിങ്ങളെപ്പോലുള്ള മക്കളെ ജനിപ്പിച്ച് ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നത്. ഈ തന്തവൈബും തള്ളവൈബും ഉണ്ടാക്കിയെടുത്ത സംസ്കാരങ്ങളും പുരോഗമനങ്ങളും മാത്രമേ ഇപ്പൊ ഈ നാട്ടിൽ നിൽക്കുന്നുള്ളൂ. അതൊക്കെ തന്നെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്തവൈബും തള്ളവൈബും എന്ന് പറഞ്ഞ് കളിയാക്കാൻ നിൽക്കേണ്ട മക്കളെ. ചിന്തിക്കുക. നിങ്ങൾക്ക് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ വിദ്യാഭ്യാസമുണ്ട്, കിൻഡൽ കണക്കിന് വിദ്യാഭ്യാസമുണ്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക്. പക്ഷെ യുക്തിബോധമില്ല. യുക്തി എന്ന് പറഞ്ഞാല് ഏത് സമയത്ത് എങ്ങനെ ചെയ്യണം. ഇപ്പൊ എന്റെ അമ്മ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ എന്റെ അമ്മ പറയാറുണ്ട്, വഴി പറഞ്ഞാൽ ഓടണം, കാര്യം പറഞ്ഞാൽ തിരിഞ്ഞിരിക്കണം എന്ന്. അതിൽ വഴി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞ് ഓടില്ല, വഴി പറഞ്ഞാൽ അവിടെ നിന്ന് എണീറ്റ് ഓടില്ല. വഴി പറഞ്ഞാൽ ഓടണം, തലയ്ക്കൊക്കെ ഓടണം. കാര്യം പറഞ്ഞാൽ തിരിഞ്ഞിരിക്കണം. നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണോ? അല്ല, തിരിഞ്ഞിരിക്കണം, മനസ്സിലാവണം. അപ്പൊ ഈ പുതിയ തലമുറയോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വഴി പറഞ്ഞാൽ ഓടണം, കാര്യം പറഞ്ഞാൽ തിരിഞ്ഞിരിക്കണം. അതാണ് യുക്തി. യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാവണം. വിദ്യാഭ്യാസത്തിന് അതിന് യാതൊരു കാര്യവും ഇല്ല യുക്തിയുടെ കാര്യം വരുമ്പോൾ. അപ്പൊ പുതിയ തലമുറ ചിന്തിക്കണം, മാന്യമായിട്ട് ജീവിക്കണം. ഈ പറയുന്ന രീതിയിലുള്ള അന്തസ്സുള്ള ജീവിതവും അന്തസ്സുള്ള കാര്യങ്ങളും ചെയ്താൽ തന്നെ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്ടർ കിടന്ന് നിലവിളിക്കുന്ന പോലെ നാളെ നിങ്ങളും വേടന്റെ പിന്നാലെ, ഇനിയിപ്പോ കുറെ വരും. വേടൻ പീഡിപ്പിച്ചു, ചാടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വരും. കാണാൻ നമുക്ക് പുറകെ എത്ര എണ്ണത്തിന് കണ്ണീരിപ്പോ മിണ്ടാതിരിക്കുന്നുണ്ടോ തൊണ്ടയിൽ പുടുത്തിട്ടെന്നുള്ളതും അതും പറയാൻ പറ്റില്ല. തൊണ്ടയിൽ പുടുത്താൽ ഇറക്കേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പറ്റം പെമ്പിള്ളേര് ഇരിക്കുന്നുണ്ടാവും ഇപ്പോ. കാരണം ഇയാളുടെ സുഖം കഴിഞ്ഞു, അയാൾ വിട്ടു, അയാൾ വേറൊന്നിലേക്ക് പോയി. അതാണ് അയാള്. മൈത്രേയന്റെ വേറൊരു പതിപ്പാണ്. മൈത്രേയൻ അങ്ങനെയാണെങ്കിൽ അതിന്റെ വേറൊരു പതിപ്പാണ് ഈ വേടൻ. ഇതൊക്കെ ചേട്ടനനിയന്മാരെ പോലത്തെ ആൾക്കാരാണ്. ഇവരൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് സമൂഹത്തെ അടിച്ചേൽപ്പിക്കുന്നത്. മൈത്രേയന് ഈ പറയുന്ന പോലെ അയാളുടെ ഇഷ്ടങ്ങളാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് സമൂഹത്തിലും കൂടിയിട്ട് അയാൾ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണ്. അയാൾക്ക് ട്രൗസർ ഇടാണ്ട് നടക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇത് അയാളുടെ ഇഷ്ടം മാത്രമാണ്. അതിന് സമൂഹത്തിനോട് പറയേണ്ട ആവശ്യമുണ്ടോ? സമൂഹമേ, നിങ്ങളും നാളെ ട്രൗസർ ഇടരുത്. ഇതാണ് മൈത്രേയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ഭാര്യയെ വ്യഭിചരിക്കാനായിട്ട് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങൾ വ്യഭിചരിക്കാൻ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കൂ എന്ന് പറയുന്നതിന് തുല്യമാണ് മൈത്രേയൻ. അങ്ങനെ നടക്കുവോ? നോ. അപ്പോ ഈ പറയുന്ന സംഗതികൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കുന്നു. എന്റെ ഭാഷ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ അറിയാതെ വന്നു പോവും. എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പറയുന്നതൊന്നുമല്ല. ഇതുപോലത്തെ അവസരങ്ങൾ വരുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. ദെൻ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്തേ. ജയ് ഹിന്ദ്.